സുധി, മാധവ, എന്താണ് സഹോദര? ഇതെന്താണ് സംഭവിച്ചത്? ഈ വെള്ളക്കാര് നമ്മുടെ മലങ് ബാബയെ അടിച്ച് നമ്മളെല്ലാവരെയും കരയിപ്പിച്ചു. ഇനി നോയിക്കോ, അവര് കരയും. ആര് കരയുമെന്ന് ഇപ്പൊ നമ്മുടെ കാര്യം തീരുമാനമായി. മലങ്ക് ബാബയ്ക്ക് പകരം വെള്ളക്കാരനെ ബന്ധിച്ചിരിക്കുകയാ. സത്യമാണ് സഹോദര, ഇതാരാണാവോ ചെയ്തത്? ഇത് കണ്ടിട്ട് എന്റെ ശരീരമൊക്കെ കോരിധരിക്കുന്നുണ്ട്. അതേ സഹോദര, നമ്മുടെയൊക്കെ സംരക്ഷകൻ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, മലങ്കിനൊപ്പം we should hang 2-3 more villagers so that beside Bidur villagers അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളും നമ്മെ ഭയപ്പെടും. എന്നാൽ പിന്നീട് ആരും നോ സർജന്റ്, നമ്മൾ ആ ബ്ലഡി മലങ്കിനെയും 3-4 ആൾക്കാരെയും തൂക്കിലെത്തിയതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. നമ്മൾ അവരുടെ സ്പിരിറ്റിനെ ഡിസ്ട്രോയ് ചെയ്യണം, ഇപ്പോൾ പതുക്കെ പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്. ഇതാരാണ് ചെയ്തത്? ആരാണ് ചെയ്തതെന്ന്? Sergeant Smith, come here to help him up. ഇതെന്താണ് പറ്റിയത്? നിങ്ങൾ ഈ അവസ്ഥയിലാക്കിയത് ആരാണ്? എനിക്ക് ഒന്നും അറിയില്ല. എന്തായി പറയുന്നത്? ആരോ നിങ്ങളെ പൂർണ്ണമായി ബന്ധിച്ചു വന്നോ? വായിൽ തുണി തിരികെ വെച്ചു വന്നോ? ആ സമയത്ത് നിങ്ങൾ വെറുതെ നോക്കി നിൽക്കുമായിരുന്നെന്നാണോ പറയുന്നത്? I didn't see anything. They came from behind and put a noose around my neck. എന്നിട്ട് കഠാര കാട്ടി ഭയപ്പെടുത്തി. കഠാരയോ? കഠാര വെച്ചെന്നോ? Yes, sir. ശ്രീമന്ത് സർക്കാർ, സ്ഥിതി വളരെ ഗുരുതരമാണ്. ഒരു പതാക കത്തിച്ചതിന് ഈ വെള്ളക്കാർ ഡോലക്പൂർ ഗ്രാമത്തെ പൂർണ്ണമായി കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ സഖാറാം, ആ സന്യാസി മലങ്കയെ തൂക്കിലേറ്റുന്നത് എന്തിനാണ്? അതിനെക്കുറിച്ച് അറിയില്ല ശ്രീമന്ത് സർക്കാർ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം ഈ വെള്ളക്കാർക്കെതിരെ എന്തോ പാടുകയായിരുന്നു. ആ പ്രക്ഷോഭകാരി ആ മലങ്കിനെ മോചിപ്പിച്ചതിനോടൊപ്പം കമ്മീഷണറുടെ കൂടെയുള്ള സർജന്റ് സ്മിത്തിന്റെ വസ്ത്രങ്ങൾ ഒന്നാകെ അഴിച്ചു മാറ്റി നഗ്നനായി കെട്ടിയിട്ടു. എന്നിട്ട് അയാളുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച ഒരു കോലത്തിനെ തൂക്കിലേറ്റി. അയാൾ എന്തിനു വേണ്ടിയായിരുന്നു ആ സർജന്റ് സ്മിത്തിനെ ബന്ധിച്ചിരുന്നത്? അയാളെ വധിക്കാമായിരുന്നില്ലേ? പക്ഷേ അയാൾ അത് ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് വിപ്ലവകാരി സാങ്കല്പിക വധശിക്ഷ നൽകുന്നതിനോടൊപ്പം അവരെ വെല്ലുവിളിക്കുകയായിരുന്നു. അതല്ല സഖാറാം, എന്റെ ചോദ്യം ഇതാണ്, ആരാണ് അയാൾ? ശ്രീമന്ത് സർക്കാർ,
ബിദൂർ രാജ്യത്തിൽ ഇത് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ജനങ്ങൾ അയാളുടെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എവിടേക്കാണ് പോകുന്നത്, എപ്പോൾ എന്താണ് ചെയ്യുകയെന്ന് ആർക്കും ഒരു രൂപവും കിട്ടുന്നില്ല. വിദൂർവാസികളെ, നിങ്ങൾക്കറിയാമല്ലോ, ആ ബ്ലഡി മലങ്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരായി എല്ലാവരെയും തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ക്രിമിനലിനെയാണ് പണിഷ് ചെയ്തത്. പക്ഷേ നിങ്ങളിൽ നിന്ന് തന്നെ ആരോ ഇയാളെ ഫ്രീ ആക്കി നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അയാളുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് എന്തൊക്കെ ചെയ്തോ അത് നമ്മൾ ബ്രിട്ടീഷേഴ്സ് കണ്ടു. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ട് നിങ്ങൾക്കാർക്കും എന്നോട് പിടിച്ചു നിൽക്കാനാകില്ല. എക്സ്പീരിയൻസ് ചെയ്യണോ? You will get the taste of hell. ഇന്നലെ വരെ നമ്മളെല്ലാ പേരും വിറച്ചു, പക്ഷെ ഇന്ന് ഇയാൾ വിറയ്ക്കുകയാണ്. What did you say? പിടിക്കയാളെ. കൊണ്ടുപോയാളെ. എന്റെ ഭഗവാനെ, ഇത് മനുവിന്റെ കടാരയല്ലേ? എന്റെ കടാര അവിടെ ആയിപ്പോയി. ആരുടെങ്കിലും കയ്യിൽ ലഭിച്ചാൽ അനർത്ഥം സംഭവിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക്. കൊട്ടാരത്തിന് പുറത്ത് ഞാൻ എങ്ങനെ പോവും? എന്റെ ദൈവമേ, എന്നെ അങ്ങൊന്ന് സഹായിക്കൂ. എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ. മനു, എന്താ മോളെ, അച്ഛാ? എന്റെ തലപ്പാവ് എവിടെയാ? ഇവിടെ ഉണ്ട് അച്ഛാ. അച്ഛാ, അച്ഛൻ എങ്ങോട്ടെങ്കിലും പോവാണോ? ആ ശാസ്ത്രിയുടെ ഗൃഹത്തിലേക്ക് പോവുക, നിന്റെ ജാതകം കൊണ്ടുവരാൻ. അപ്പോ എന്റെ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമാവും. പ്രയത്നമോ? എന്ത് പ്രയത്നം മോളെ? അച്ഛാ, ഇന്ന് ഞാൻ എന്റെ എല്ലാ ജോലിയും വളരെ വേഗം ചെയ്തു തീർത്തു. ഞാൻ കരുതി കുറച്ചു സമയം എന്റെ അച്ഛനോടൊപ്പം ചെലവഴിക്കാമെന്ന്. പക്ഷെ അച്ഛൻ പുറത്തു പോവല്ലേ. മോളെ, ശാസ്ത്രിയുടെ അടുത്ത് പോയിട്ട് ഞാൻ വേഗം തിരിച്ചു വരും. അതിനുശേഷം നമുക്ക്... അച്ഛാ, എനിക്കറിയാം അച്ഛൻ വരുമ്പോ വൈകുന്നേരം ആവുന്നു. പോകുന്നെങ്കിൽ പൊക്കോളൂ. അച്ഛനും മകളെ കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? പക്ഷെ ഇപ്പോ ശാസ്ത്രിയുടെ അടുത്ത് നിന്ന് ജാതകം കൊണ്ടുവരേണ്ടതും ആവശ്യമില്ലേ? മനു, വിഷമിക്കല്ലേ മോളെ. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്കൊരുമിച്ച് ശാസ്ത്രിയുടെ വീട്ടിലേക്ക് പോവാം. സത്യായും അച്ഛൻ ജാതകം നേരത്തെ എഴുതിച്ചായിരുന്നല്ലോ. അതെ, പക്ഷെ സംഭവിച്ചത് എന്താണെന്നോ, ഞാനത്... മനു, എങ്ങോട്ട് പോകുന്നു മനു? അത് അച്ഛനോടൊപ്പം പുറത്തു പോകുന്നു. എന്തിന്?
ശാസ്ത്രിയുടെ വീട്ടിൽ പോയി ജാതകം വാങ്ങാൻ. അതിന് നിന്റെ ജാതകം വാങ്ങാൻ അച്ഛൻ ഒറ്റയ്ക്ക് പോയാ മതിയല്ലോ. നീ എന്നോടൊപ്പം അമ്പലത്തിലേക്ക് വരൂ. പക്ഷെ ഹാജി സാഹിബ് ശാസ്ത്രിയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ഇല്ല മോളെ, ശേഷം അപ്പോഴേക്ക് താമസിക്കും. സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് എല്ലാം തയ്യാറാക്കാനുള്ളതല്ലേ. പക്ഷെ ഹാജി സാഹിബ്. മനോ, വാഹിനി സാഹിബ് പറയുന്നത് അനുസരിക്കൂ. ഞാൻ ശീഘ്രം തന്നെ തിരികെ വരാം. ശരി അച്ഛാ. വരും മോളെ. Find every last one of you responsible and you will be punished. You understand? Damn you all. What are you doing? കയ്യിൽ എന്താണ്? ഓ ഇവിടെ നിന്ന്. കുസുമം, ഇത് മനുവിന്റെ കഠാരയാണ്. എന്റെ ഭഗവാനെ, ഒരുപക്ഷെ വെള്ളക്കാർ ഇത് അറിയുകയാണെങ്കിൽ അവർ നമ്മുടെ മനുവിനെ തീർച്ചയായും തൂക്കിലേറ്റും. അതിന് ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. അവൾ എന്റെ ജീവൻ രക്ഷിച്ചതാണ്. പക്ഷേ നമുക്കിപ്പോ എന്തു ചെയ്യാൻ കഴിയും? നമുക്ക് ഈ കഠാര മനുവിന്റെ അടുത്ത് എത്തിക്കുക തന്നെ വേണം. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എനിക്കിവിടെ പോകാൻ സാധിക്കില്ലല്ലോ. എന്റെ പക്കൽ ഒരു ഉപായമുണ്ട്. എന്താണ്? ശാന്തേ, എന്തോ? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ശരി വാഹിനി സാഹിബ്. പ്രണാമം വാഹിനി സാഹിബ്. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന് പൂവ് കണ്ട അവിടുന്ന് മാത്രമല്ല ഭഗവാന് സന്തോഷമാകും. നീ സംസാരം നിർത്തിയിട്ട് പൂവ് മനുവിന് കൊടുക്ക. ശരി വാഹിനി സാഹിബ്. മനു ചേച്ചി, നോക്കിക്കേ, ഈ പൂക്കൾ എത്ര മനോഹരമാണെന്ന്. ആ, അതവിടെ വെച്ചേക്കൂ. നോക്കൂ മനു ചേച്ചി, എന്ത് നല്ല പൂക്കളാണെന്ന്. ഇതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷെ മനു ചേച്ചി ഒന്ന് നോക്കൂന്നേ, ഒന്ന് നോക്കൂ. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതിന്ന് രാവിലെ ഞാനും കാന്തയും കൂടെ നാൽക്കവലയിൽ പോയിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെള്ളക്കാരന്റെ കോലം കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു വശത്ത് വീണ് കിടക്കുമായിരുന്നു. നമ്മൾ അതിനെ ആരും കാണാതെ എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ പോട്ടെ, ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, ആരോടും പറഞ്ഞില്ല. ശരി വാഹിനി സാഹിബ്, അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി മോളെ കുസുമം, എന്താ അമ്മേ? നമുക്ക് പോകാം. ആ, വരുന്നമ്മേ. അപ്പൊ ശരി, ഞാൻ പോകുന്നു. ശരി, കേൾക്ക്.
കാന്തയോട് പറഞ്ഞേക്ക് പുലർച്ചെ അരയാലി നിൽക്കുന്ന കുന്നിലേക്ക് വരണമെന്ന്. ശരി ചേച്ചി. കരുക്കൾ നീക്കിയാലും ഹുസൂർ. അല്ലാ, വീണ്ടും മുഴുകിയോ ഹുസൂർ? കരുക്കൾ നീക്കുന്നേ. എന്തു പറയാനാ മോത്തിബായ്, ഈ പകിട പോലെ ചിലപ്പോഴെല്ലാം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. യാ അല്ലാ, ഝാൻസിയിലെ രാജാവിന് നിരാശയോ? നാം നിരാശനല്ല, ചിന്തിതനാണ്. പുറത്തുള്ളവരാരെങ്കിലും ചെയ്താൽ ദുഃഖമുണ്ടാകില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് വരിക എന്ന് പറഞ്ഞാൽ. അങ്ങ് പറഞ്ഞു വരുന്നത്? ഞാൻ എപ്പോൾ മുതലാണോ ഝാൻസിയുടെ സിംഹാസനത്തിലിരുന്നത്, എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ ഇഷ്ടമല്ലതായി. ആശ്ചര്യപ്പെടേണ്ട കാര്യം ഇതാണ്, എല്ലാവരും എനിക്ക് വേണ്ടി ജീവൻ നൽകാൻ വരെ തയ്യാറാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കുള്ള ചിത ഒരുക്കിയിരിക്കുകയാണ് അവർ. അല്ലാഹു രക്ഷിക്കട്ടെ, നശിക്കട്ടെ ശത്രുക്കൾ. ശത്രുക്കൾ ആരാണ്? ഒരാളെ പറഞ്ഞു തരാം. നമ്മുടെ മൂത്ത ജ്യേഷ്ഠത്തി സക്കുബായ്. നമ്മുടെ ഖജനാവ് നഷ്ടമായതിന്റെ ആരോപണവും എന്നിൽ തന്നെ ചുമത്തുകയാണവർ. അവർ എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാൻ മടിക്കുകയില്ല. ജ്യേഷ്ഠത്തി ലച്ചു, അലി ബഹാദൂർ, പിന്നെ ജാനകിയും. എനിക്കിതുവരെയും മനസ്സിലാകാത്തത് അവർ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ്. മണികർണികയുടെ ജാതകം എങ്ങനെയാണോ, തീർത്തും അതുപോലുള്ള മറ്റൊരു ജാതകം ഉണ്ടാക്കണം. പക്ഷെ അതിലെ പേര് മണികർണിക എന്നല്ല, ശ്വേതാംബര എന്നായിരിക്കണം ആചാര്യ. അവിടുത്തെ ആജ്ഞ പോലെ മറാണി. പുത്രിയുടെ ജാതകത്തിൽ രാജയോഗമാണ് എഴുതിയിരിക്കുന്നത്. എന്റെ കണക്കുകൂട്ടൽ ഒരിക്കലും തെറ്റാറില്ല. അവൾ തീർച്ചയായും റാണിയാകും, തീർച്ചയായും. ഇതാ വാങ്ങിച്ചോളൂ, പുതിയ ജാതകം. ഇനി ഝാൻസിയുടെ റാണിയാകാൻ പോകുന്നത് ശ്വേതാംബരയായിരിക്കും.